നല്ലത് ചെയ്യുമ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോൾ നിങ്ങൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യഗ്രത നിങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി തന്നെ ഞാൻ ഒരുപാട് ട്രോൾസ് ഇപ്പം ഒരു പ്രമുഖ നടി തന്നെ അങ്ങനെ എടുക്കാൻ തൃശ്ശൂർ എടുക്കാൻ ഇന്ത്യ കൊടുക്കുന്നൊക്കെ ചോദിച്ചൊരു ട്രോൾസ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെ കുറിച്ച് എന്താണ് ട്രോൾസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്രയും വർഷമായില്ല ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ ആക്ട്രസിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടേൺ ഓഫ് ഇവൻറ്റ്സ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം. പക്ഷേ അതൊന്നും നമ്മൾ ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ. അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. അന്ന് അവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡിക്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു, അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട്, അതിൽ കയറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ്. പക്ഷെ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്ര വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല. അപ്പം ഇതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു, അതിൽ നിന്ന് ഒരു 5 കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും, എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കീറും, വലിച്ചു കീറും, ചീത്ത വിളിപ്പിക്കും, കമൻസ് ഇടും, കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും. പക്ഷെ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത്, ഇങ്ങനെയല്ല പുള്ളി പറഞ്ഞതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു നട്ടലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ്. ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും.